സാധാരണ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ എന്ന് പറഞ്ഞാൽ, കമ്മ്യൂണിസ്റ്റ് ഭരണം എന്ന് പറഞ്ഞാൽ അത് അടിസ്ഥാന വർഗങ്ങളുടെ ഒരു ഭരണമാണ്. അടിസ്ഥാന വർഗങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണം ആയിരിക്കണം. അതാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ എക്കാലത്ത് ചെയ്തു പോന്നിട്ടുള്ളത്. പക്ഷേ പിണറായി സർക്കാർ അങ്ങനെയല്ല. പിണറായി സർക്കാരിന് ഈ അവശ്യ വിഭാഗങ്ങൾ, ദരിദ്ര വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ചവിട്ടിത്തേക്കാനുള്ളതാണ്. പട്ടിണി കിടന്ന് മരിക്കണം. പിണറായി വിജയന്റെ സ്വന്തക്കാർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പൗരപ്രമുഖരാണ്. അറിയാലോ, നവകേരള സദസ്സിലൊക്കെ പൗരപ്രമുഖരെയാണ് കൂടെ കൂട്ടിയത്. അപ്പോ കഴിഞ്ഞ ദിവസം ഉണ്ടായ അവരുടെ അതിജീവന സമരം, അവർക്ക് ആവശ്യം മുഖ്യമന്ത്രിയോട് ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ എന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രിയോട് ഞങ്ങളൊന്ന് സംസാരിച്ചോട്ടെ എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ ആശമാർ ക്ലിഫ് ഹൗസിന് മുമ്പിൽ സമരം നടത്തിയത്. ഇന്നലെ നിങ്ങൾ എല്ലാ ദൃശ്യമാധ്യമങ്ങളിലും കണ്ട പോലീസ് ജീപ്പ് ഇരച്ചു വരികയാണ്. പോലീസ് ജീപ്പ് ഇരച്ചു വന്ന് ആശമാരെ കൊല്ലാൻ വേണ്ടി ഇരച്ചു വരികയാണ്. ആ ടയർ കയറിയില്ല എന്ന രീതിയിലാണ് അവിടെ ഇടിച്ചു നിൽക്കുന്നത് കേട്ടോ. ഒരു നെല്ലിട മാറിയിരുന്നെങ്കിൽ ആ ആശാ വർക്കർ കൊല്ലപ്പെടുമായിരുന്നു കേട്ടോ. എന്ത് പിണറായി സർക്കാരിന് എന്ത്? പോലീസുകാർ എത്ര നിരപരാധികളെയാണ് ഇതിനകം കൊന്നത്. അക്കൂട്ടത്തിൽ ഒരെണ്ണം കൂടി. ഇത്ര നിഷ്ഠൂരമായ, ഞാൻ വെറുതെ പറയല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പിണറായി വിജയനോടുള്ള വിരോധം കൊണ്ട് എനിക്കൊരു വിരോധം, ഒരു ശത്രുത ഇല്ല മനുഷ്യനോട്. എനിക്കെന്തിനു ശത്രുത? എനിക്ക് വിരോധം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിയോജിപ്പ് എന്ന് പറയുന്നത്, ഞാനും നിങ്ങളുമൊക്കെ തെരഞ്ഞെടുത്തതാണ് ഈ മനുഷ്യനെ. ഞാനും നിങ്ങളുമൊക്കെ നിയോഗിച്ചതാണ് ഈ മനുഷ്യനെ. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ഈ സിസ്റ്റത്തെ ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ നാടിന്റെ ഭരണം ഒന്ന് സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇയാൾ പറഞ്ഞു ഞങ്ങൾ വന്ന ഒക്കെ ശരിയായി തരാന്ന്, അല്ലേ? LDF വരും, ഒക്കെ ശരിയാകും എന്ന് പറഞ്ഞ് നമ്മളെ പറ്റിച്ചു. നമ്മൾ വിചാരിച്ചു ഇയാളൊക്കെ ശരിയാക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ നമ്മൾ ഇയാളെ വോട്ട് ചെയ്ത് അധികാരത്തിലേറ്റി. ഇയാൾക്ക് ആവശ്യത്തിനുള്ള ചെലവും നമ്മൾ കൊടുക്കുന്നു, അല്ലേ? ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഇയാളുടെ ചികിത്സക്ക്, ഇയാളുടെ ദൂരത്തിന്, എല്ലാത്തിനും നമ്മൾ പണം കൊടുക്കുന്നു. എന്നാൽ നമ്മളെ ഏൽപ്പിച്ച പണി ചെയ്യണ്ടേ ഇയാൾ? നമ്മളെ ഏൽപ്പിച്ച പണി ചെയ്യണ്ടേ? അതിനു പകരം ഈ അവശരായ, പറയാൻ വാക്കുകളില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സർക്കാർ ഏറ്റവും ആദ്യം ചെയ്യേണ്ടതാണ് ഈ സമരം ചെയ്യുന്ന ഒരു ദിവസം ഇവർ ആവശ്യത്തിന് സമരം ചെയ്താൽ രണ്ടാം ദിവസം മുഖ്യമന്ത്രി ഇവരെ വിളിപ്പിക്കണം. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ് എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് തൽക്കാലം, നമുക്കതൊക്കെ അറിയാം, സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടായിട്ടാണല്ലോ മോഹൻലാലിനെ ആദരിക്കാൻ വേണ്ടി നമ്മൾ 3 കോടി ചെലവാക്കിയത്. മോഹൻലാലിനെ ആദരിക്കാൻ 3 കോടി ചെലവാക്കാൻ നമ്മുടെ കയ്യിൽ പൈസയുണ്ട്, അല്ലേ? അയ്യപ്പ സംഗമം നടത്താൻ അയ്യപ്പനെ കൊള്ളയടിച്ചിട്ട് ഇപ്പതാ ജയിലിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇന്നലെ രാത്രി കസ്റ്റഡിയിൽ എടുത്തതാണ്. അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു. ഇന്നിതാ മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇനി അടുത്ത അറസ്റ്റ് പത്മകുമാറിലേക്കും എൻ വാസുവിലേക്കും PS പ്രശാന്തിലേക്കും, അത് കഴിഞ്ഞിട്ട് കടകംപള്ളിയിലേക്കും വാസവനിലേക്കും ഒക്കെ അറസ്റ്റ് നീളാൻ അധിക ദിവസം ഉണ്ടാവില്ല കേട്ടോ വിജയ. ഒരു പക്ഷെ നിന്നെയും തേടി വരും. മുഖ്യമന്ത്രി ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ താനൊക്കെ എന്തിനാണോ അവിടെ ഇരിക്കുന്നത്? ഇതിനു വേണ്ടിയിട്ടാണോ തന്നെ മുഖ്യമന്ത്രിയാക്കിയത്? തനിക്ക് ഈ 45 വാഹനങ്ങളുടെ അകമ്പടിയോടെ കവാത്ത് നടത്താൻ വേണ്ടിയിട്ടാണോ തന്നെ മുഖ്യമന്ത്രിയാക്കിയത്? എന്നിട്ട് ഈ ആശാ വർക്കർമാരെ തല്ലി ചതക്കുക, അല്ലെ? കണ്ണീർ വാതകം പ്രയോഗിക്കുക, വെള്ളം ഇങ്ങനെ ചീറ്റ്. സ്ത്രീകളോടൊരു മാന്യത കാണിക്കണം. നിനക്കെതിരെ ആരും സമരം ചെയ്യാൻ പാടില്ല. നമ്മളെ പണ്ട് കണ്ടതാണല്ലോ, കരിങ്കൊടി വീശിയ യൂത്ത് കോൺഗ്രസ്കാരുടെ തലമണ്ട ചെടിച്ചട്ടി കൊണ്ട് അടിച്ചു പൊട്ടിക്കുന്നത്, ഹെൽമെറ്റ് കൊണ്ട് അടിച്ചു പൊട്ടിക്കുന്നത്, മുട്ടൻ വടി കൊണ്ട് ഈ ഗവൺമെന്റ്മാർ അടിച്ചു പൊട്ടിക്കുന്നത് നമ്മൾ കണ്ടതാണല്ലോ. ഇപ്പോഴിതാ പാവപ്പെട്ട സ്ത്രീകളെ കണ്ണീർ വാതകം പ്രയോഗിക്കുന്നു, വെള്ളം ചീറ്റി ഓടിപ്പിക്കുന്നു. ഇവരുടെ മൈക്കും ഈ എന്താ പറയാ, അതിനോടനുബന്ധിച്ച് ഉപകരണങ്ങളൊക്കെ പോലീസുകാരെടുത്ത് ഓടുന്നു. പേടിയാണ് വിജയന്, പേടിയാണ്. ആശാ വർക്കർമാരുടെ ശബ്ദം കേൾക്കാൻ പേടിയാണ്. സ്ത്രീകളെ പേടിയാണ്. പേടിത്തൂറിയ എങ്ങനെ ഒരു മുഖ്യമന്ത്രി? എന്നിട്ട് പോലീസ് വാഹനം ഇടിച്ചു കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു ഈ സ്ത്രീകളെ, അല്ലേ? എന്നിട്ട് വീമ്പ് പറയുന്നു.
എന്നിട്ട് വീമ്പ് പറയുന്നു ഞങ്ങൾ എന്തോ ജനക്ഷേമം. മണ്ണാങ്കട്ട, എന്ത് ജനക്ഷേമമാണോ ഇത്? ആദ്യം ഇത് തീർക്ക്. ആദ്യം ആശാവർക്കർമാർക്ക് ഒരു 100 രൂപ തന്നെ കൂട്ടി കൊടുക്കണോ? നിങ്ങൾക്ക് എത്ര കാലം നിങ്ങൾ പിടിച്ചു നിൽക്കാൻ പറ്റും? 5 മാസം കൂടി കഴിഞ്ഞാൽ ഇലക്ഷനാണ് വരാൻ പോകുന്നത് അല്ലേ? ആരാണ് വോട്ട് ചെയ്യുക? ഇത് പറഞ്ഞാൽ നമ്മുടെ വീട്ടമ്മമാരാണ്, നമ്മുടെ അമ്മമാരും നമ്മുടെ ചേച്ചിമാരും നമ്മുടെ ഭാര്യമാരും ഒക്കെയാണ് ഈ പൊരിവൈലത്ത് ഈ കൊടുമഴയത്ത് സമരം ചെയ്യുന്നത്. അവർക്ക് ലക്ഷങ്ങളൊന്നും വേണ്ട. അവർക്ക് നിന്നെ പോലെ ഹെലികോപ്റ്ററിനല്ല സമരം ചെയ്യുന്നത്, 45 അകമ്പടി വാഹനങ്ങൾക്കല്ല സമരം ചെയ്യുന്നത്, പാറ്റൺ ടാങ്കിനും മറ്റും ഒന്നും അല്ല ഇവർ സമരം ചെയ്യുന്നത്. ഇവർക്ക് ആവശ്യം കഞ്ഞി കുടിക്കാൻ ഒരു 100 രൂപ തന്നിട്ട് ഒരു കമ്മിറ്റി വെക്കുന്നു, കമ്മിറ്റി റിപ്പോർട്ട് കൊടുക്കുന്നു. ആ റിപ്പോർട്ട് അട്ടത്ത് വെച്ചിട്ടാണ് കഴിഞ്ഞ 1.5 മാസം 2 മാസമായി. ഇത്ര കണ്ട് ചൊറയില്ലാത്ത, ഇത്ര നിഷ്ഠൂരമായ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ഇങ്ങനെ വികാരം കൊള്ളുന്നത് നിങ്ങളാണെങ്കിൽ വെറുതെ ഇരിക്കുകയോ? ഇന്ന് എല്ലാ പത്രങ്ങളിലും ഈ വാർത്ത. ഒരു പത്രത്തിൽ മാത്രം കാണില്ല. ആ ടോയ്ലറ്റ് പേപ്പറിൽ മാത്രം ഇതൊന്നും കൊടുക്കില്ല. ഇതാ എന്റെ കയ്യിലുണ്ട് ആ പേപ്പർ. ഇതിന്റെ മെയിൻ സ്റ്റോറി എന്താണെന്നറിയോ? ക്ഷേമ കേരളം എന്നാണ്. ഉളുപ്പുണ്ടോ? ക്ഷേമ കേരളം മണ്ണാങ്കട്ട. ഇന്നലെ ഈ പൊരിവെയിലത്ത് സമരം ചെയ്യുന്ന ആശാവർക്കർമാരെ അടിച്ചൊതുക്കിയിട്ട് അവർക്ക് 100 രൂപ പോലും കൊടുക്കാതെ 257 ദിവസം വരെ കൊടും പട്ടിണി കിട്ടിട്ട് എന്നിട്ട് ഒളിപ്പില്ലാതെ എഴുതി വെച്ചിട്ടാണ് ക്ഷേമ കേരളം മണ്ണാങ്കട്ട. ക്ഷേമ കേരളം അത്രയും. എന്നിട്ട് ഇതിന്റെ ഇൻട്രോയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? മാന്ത്രിക വടി വീശിയല്ല കേരളം ജനക്ഷേമ വികസിത സംസ്ഥാനമായി വളരുന്നത്. കേരളം ഇങ്ങനെ ജനക്ഷേമ വികസിത സംസ്ഥാനമായി വളരുകയാണത്രേ. ഉളുപ്പില്ലാത്ത വർഗങ്ങൾ എഴുതി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അചഞ്ചലമായ ഇച്ഛാശക്തിയോടെ പതറാത്ര ദൃഢനിശ്ചയത്തോടെ ജനങ്ങൾക്കു വേണ്ടി നിലയുറപ്പിച്ചൊരു സർക്കാരിന്റെ നിരന്തരമായ പ്രയത്നമുണ്ട് പിന്നിൽ. എന്താ കേട്ടിട്ട് നിങ്ങൾക്ക് രോമാഞ്ചം വരുന്നുണ്ടല്ലേ? ഇങ്ങനൊക്കെ എഴുതണമെങ്കിൽ ഇന്നലെ ഈ സ്ത്രീകളെ തല്ലിച്ചതയ്ക്കുക, എന്നിട്ട് ഇന്നത്തെ ദേശാഭിമാനി പത്രത്തിൽ എഴുതുക ജനക്ഷേമം. ദാ പിണറായി തമ്പുരാന്റെ ജനക്ഷേമ ഭരണം കണ്ടില്ലേ? കൊടും പട്ടിണി കിടക്കുന്നവർക്ക് ഒരു 100 രൂപ കൂട്ടിക്കൊടുക്കാതെ അവരെ തല്ലിച്ചതയ്ക്കുക, അവരെ പോലീസ് ജീപ്പ് ഇടിച്ച് കൊല്ലാൻ വേണ്ടി ശ്രമിക്കുക, എന്നിട്ട് എളുപ്പം മാനവില്ലാതെ പത്രത്തിൽ എഴുതുക ഇതാ ജനക്ഷേമ കേരളം. എല്ലാ മനുഷ്യരെയും ചേർത്തു പിടിക്കുന്ന സമഗ്ര വികസനത്തിന്റെ വസന്തം തീർക്കുകയാണ് പിണറായി. എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കുകയാണ് അത്രേ. ഉളുപ്പുണ്ടോ? ഉളുപ്പ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ടോ? അന്തം കമ്മികളെ. എന്നിട്ടല്ലേ ഈ മനുഷ്യന് വേണ്ടി മുദ്രാവാക്യം നിങ്ങൾ വിളിക്കുന്നത് അല്ലേ? അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇയാൾക്ക് വീണ്ടും വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ വീണ്ടും വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പോകുമ്പോൾ ഓർക്കണം ഈ അമ്മമാരുടെ കണ്ണുനീര് കേട്ടോ. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? 10 വർഷം മുമ്പ് പിണറായി സർക്കാർ അധികാരമേൽക്കുന്നതിന് മുമ്പ് 2014 നിങ്ങളുടെ പടുമരം ഉണ്ടല്ലോ, പടുമരം എന്ന് പറയുന്നത് തൊഴിലാളികളുടെ ചോരയൂട്ടി കുടിക്കുന്ന ഒരു അധമൻ കോഴിക്കോട് മത്സരിച്ചു, തോറ്റുപോയി. കോഴിക്കോട്ടുകാർ ഓടിപ്പിച്ചു. കോഴിക്കോട്ടുകാർക്ക് അറിയാം പടുമരത്തെ. മാവൂരിലെ ബെർളയുടെ കമ്പനിയിലെ കരാർ തൊഴിലാളിയായിരുന്ന കള്ളിമുണ്ടും ദിനേശ് പീഡിയും വലിച്ചു നടക്കുന്ന ഒരു പടുമരത്തെ കോഴിക്കോട്ടുകാർ കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ കണ്ടിട്ടുണ്ട്. അയാൾ ഇന്ന് കോടീശ്വരനാണ്. പറഞ്ഞല്ലോ നമ്മുടെ ഡിവൈഎഫ്ഐ സഖാവ്, അണ്ടി വിറ്റ് നടന്ന കണ്ണേട്ടൻ, തേക്കിന്റെ ഇല വിറ്റ് നടന്ന മെയ്തി, മാവൂർ ഗോളിയറൻസിലെ കരാർ തൊഴിലാളിയായ പടുമരം, ഇവരൊക്കെ ഇന്ന് കോടീശ്വരന്മാരല്ലേ? ആ പടുമരം CITUവിന്റെ നേതാവാണത്രേ. ആ പടുമരമാണ് ഇവരെ ആക്ഷേപിച്ചത്. ഈ സമരം ചെയ്യുന്ന ആശാവർക്കർമാരെ ആക്ഷേപിച്ചത് പട്ടകുലിക്കുകൾ എന്നൊക്കെയാണ് പറഞ്ഞത്. വേറൊരു നേതാവ് ഇവരെ ക്ഷുദ്രജീവികളെന്നോ അല്ലെങ്കിൽ രോഗം വരുത്തുന്ന കീടങ്ങളെന്നോ ഒക്കെ പറഞ്ഞു. സുരേഷ് ഗോപിയുടെ ഉമ്മ വാങ്ങാൻ കൊതിച്ചിരിക്കുന്നവരെന്ന് മറ്റൊരു അന്തംഗമി പറഞ്ഞു. ഇങ്ങനെ തെരുവിലിട്ട് ഈ സ്ത്രീകളെ, പാവ സ്ത്രീകളെ ആക്ഷേപിക്കുക, അവഹേളിക്കുക, അപമാനിക്കുക അല്ലേ? ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്ന ആ പടുമരം ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത് എന്താ പറഞ്ഞതറിയോ? ആശാവർക്കർമാർക്ക് അവരുടെ വേതനം 10,000 രൂപയാക്കണം എന്നാ പറഞ്ഞതറിയോ? 2014 11 വർഷം മുമ്പ് നിങ്ങളുടെ പടുമരം കേരളത്തിന്റെ നിയമസഭയിൽ പറഞ്ഞു ആശാവർക്കർമാർക്ക് അവരുടെ മിനിമം വേതനം എത്രയാക്കണം? ഒരു മാസം അവർക്ക് 10,000 രൂപ കൊടുക്കണം. എടോ, 10,000 രൂപ 11 വർഷത്തിന് ശേഷം പടുമരം പറഞ്ഞ 10,000 രൂപയെങ്കിലും കൊടുത്തുകൂടോ? 11 വർഷം മുമ്പാണ് പടുമരം ആവശ്യപ്പെട്ടത് ഇവർക്ക് 10,000 രൂപ കൊടുക്കണമെന്ന്. അപ്പൊ 11 വർഷത്തിന് ശേഷം എത്ര കൊടുക്കണം? എന്നിട്ട് ഇപ്പൊ പടുമരം പറയുന്നു ചില്ലിക്കാശ് കൊടുക്കണ്ടത്രേ.
ഇതിനാണ് പറയുന്നത് അടിമത്തം എന്ന് പറയുന്നത്. അടിമക്കമ്മികളുടെ കൂട്ടം. എന്നിട്ടാണ് ഒളിപ്പം മാനവുമില്ലാതെ ക്ഷേമ ക്ഷേമ കേരളം. നവംബർ 1 അതിദാരിദ്ര്യമുക്തമാക്കുമെന്ന് പറയുന്നത്. നവംബർ 1 അതിദാരിദ്ര്യമുക്തമാകുമത്രേ. നവംബർ 1 ഈ കാരണഭൂതം പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണത്രേ കേരളത്തെ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനം. എടോ പിണറായി വിജയ, നിന്റെ കാൽ കീഴിലാണ് ഇന്നലെ അതിദരിദ്രരായ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആശാവർക്കർമാർ ഒരു നേരത്തെ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് നിന്റെ വാതിൽക്കൽ മുട്ടിയത് അധമ. എന്നിട്ട് നീ കേരളത്തെ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമാക്കി പ്രഖ്യാപിക്കാൻ പോവുകയാണ് അല്ലേ? നീട്ടിത്തുപ്പണം ആ മുഖത്തേക്ക്, നീട്ടിത്തുപ്പണം ആ മുഖത്തേക്ക്. അതിലപ്പുറം നമുക്കൊന്നും ചെയ്യാനില്ല. ഞാൻ ഇത്ര വികാരത്തോടെ പറയുന്നത് ഇങ്ങനെയല്ല, പിന്നെ ഇങ്ങനെയാണ് വിഷയത്തെ നമുക്ക് സമീപിക്കാൻ പറ്റുക. ഞാൻ ചിരിച്ചുകൊണ്ട് സംസാരിക്കണം നിങ്ങളോട്.